എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്ക് റെക്കോർഡ് വിജയം. ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനോട് ഇന്ത്യ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും രണ്ടാം ടെസ്റ്റ് ഇപ്പോൾ തിരിച്ചുപിടിച്ചിരിക്കുകയാണ് ഇന്ത്യ. ആദ്യ ഇന്നിംഗ്സിൽ ജയ്സ്വാളിന്റെ മികവിൽ 396 റൺസ് നേടി ഇന്ത്യ ഓളൗട്ടായി. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിന് 253 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. 116 റൺസ് ലീഡുമായി രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ ഗില്ലിന്റെ സെഞ്ചുറി മികവിൽ 255 റൺസ് നേടി. 399 എന്ന കൂറ്റൻ ടാർഗറ്റ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തിയതോടെ കളി ഇന്ത്യ ജയിച്ചു. അവസാന ദിവസമായി ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ട് ആദ്യം മുതൽ അറ്റാക്ക് ചെയ്തു കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സാക് ക്രോളിയും റെഹാൻ അഹമ്മദും കൂടെ ഇംഗ്ലണ്ടിന് മികച്ച പാർട്ണർഷിപ്പ് സമ്മാനിച്ചു. പക്ഷേ 95 റൺസിന്റെ ആ വമ്പൻ പാർട്ണർഷിപ്പ് ഇന്ത്യ പൊളിച്ചെടുക്കി. 21ാം ഓവറിൽ റെഹാൻ അഹമ്മദിനെ പുറത്താക്കി അക്സർ പട്ടേൽ ഇന്ത്യക്ക് ആദ്യ ബ്രേക്ക് ത്രൂ നൽകി. 31 പന്തിൽ 21 റൺസ് നേടിയാണ് താരം പുറത്തായത്. മറുവശത്ത് സാക് ക്രോളി പോപ്പിനെ കൂട്ടുപിടിച്ച് ഇംഗ്ലണ്ട് സ്കോർ ഉയർത്തി. എന്നാൽ 132 റൺസിൽ നിൽക്കെ ഇംഗ്ലണ്ടിന് പോപ്പിനെയും നഷ്ടമായി. രോഹിത്തിന് ക്യാച്ച് നൽകി അശ്വിന്റെ പന്തിലാണ് പോപ്പ് ഔട്ട് ആയത്. പിന്നീട് എത്തിയ റൂട്ട് 10 പന്തിൽ 16 റൺസ് നേടി പുറത്തായപ്പോൾ ഇംഗ്ലണ്ട് 154-4 എന്ന നിലയ്ക്ക് കൂപ്പുകുത്തി. ഫിനിഷർ റോളിൽ എത്തിയ ബെയർസ്റ്റോ സാക് ക്രോളി സഖ്യം ഇന്ത്യയെ ഒന്ന് ഞെട്ടിച്ചെങ്കിലും കുൽദീപ് യാദവ് സാക് ക്രോളിയെ മടക്കി ഇംഗ്ലണ്ടിന്റെ നട്ടെല്ലൊടിച്ചു. 132 പന്തിൽ നിന്നും 8 ഫോറും ഒരു സിക്സും ഉൾപ്പെടെ 73 റൺസ് ആണ് താരം അടിച്ചുകൂട്ടിയത്. തുടർന്ന് ആദ്യ സെഷന്റെ അവസാനം ഇംഗ്ലണ്ടിന് ബെയർസ്റ്റോയെയും നഷ്ടമായതോടെ ഇന്ത്യ കളി തിരിച്ചുപിടിച്ചു. മറുവശത്ത് ക്യാപ്റ്റൻ സ്റ്റോക്സ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാർ നിരാശപ്പെടുത്തിയതോടെ ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ റെക്കോർഡ് വിജയം സ്വന്തമാക്കി. ഇന്നത്തെ ഇന്ത്യൻ ബൗളിംഗിൽ അശ്വിൻ, ബുംറ എന്നീ താരങ്ങളുടെ പ്രകടനം എടുത്തുപറയേണ്ട ഒന്നാണ്. ആദ്യ ഇന്നിംഗ്സിൽ ഡബിൾ സെഞ്ചുറി നേടിയ ജയ്സ്വാൾ ആണ് കളിയിലെ താരം. അതുപോലെ രണ്ടാം ഇന്നിംഗ്സിൽ ഗിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. എന്തായാലും ഇംഗ്ലണ്ടിനെ പഞ്ഞിക്കിട്ട് ഇന്ത്യ ചരിത്ര വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതോടെ ടെസ്റ്റ് പരമ്പര ഇന്ത്യ സമനിലയാക്കി. ഇനി 3 ടെസ്റ്റുകൾ ആണ് അവശേഷിക്കുന്നത്. അതിൽ 2 ജയിച്ചാൽ തന്നെ പരമ്പര ഇന്ത്യ കൊണ്ടുപോകും. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.